പ്രിയമുള്ളവരെ, വചനജ്വാല 1127 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 1 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നു മുതൽ ജപമാല മാസമായി ആചരിക്കുന്നു. ഈ ഒക്ടോബർ മാസം മുഴുവൻ ജപമാലകൾ ചൊല്ലി ദൈവമാതാവായ അമ്മയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഓരോ ജപമാലയിലും ലോകം മുഴുവനു വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടിയും വളരെ പ്രത്യേകമായി നമ്മുടെ ഇടവകയ്ക്കും നാടിനും വീടിനും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം തിരുസുതം വഴി ദൈവത്തിൽ നിന്ന് നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിത്തരട്ടെ. പ്രിയരെ, ഞങ്ങളുടെ യൂറോപ്പ് തീർത്ഥാടനം 16-ാം ദിവസത്തിലേക്കും അതിന്റെ സമാപനത്തിലേക്കും പ്രവേശിക്കുന്ന ഇന്ന് മാഡ്രിഡ് സിറ്റി ടൂറും അതിനുശേഷം ഞങ്ങൾ എയർപോർട്ടിലേക്കും യാത്രയാകും. ഇന്നത്തെ വചന വായനയിൽ 2 മക്കബായരുടെ പുസ്തകം 10-ാം അധ്യായം 20 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. 20 മുതൽ 29 വരെ. എന്നാൽ ശിമയോനോടുകൂടെ ഉണ്ടായിരുന്ന പണക്കൊതിയന്മാരായ ആളുകൾക്ക് ഗോപുരങ്ങളിൽ ഉണ്ടായിരുന്ന ചിലർ കൈക്കൂലി കൊടുക്കുകയും 70,000 ദക്മ കൈപ്പറ്റി അവരിൽ ചിലർ രക്ഷപ്പെടുന്നതിന് അവർ അനുവദിക്കുകയും ചെയ്തു. ഈ വാർത്ത മക്കബെയൂസിന്റെ അടുത്തെത്തി അവൻ ജനനേതാക്കളെ വിളിച്ചുകൂട്ടി. ആ ദുരാഗ്രഹികൾ തങ്ങളുടെ സഹോദരന്മാരെ വിറ്റു എന്നും അവർക്കെതിരെ ശത്രുക്കളെ സ്വതന്ത്രരാക്കി വിട്ടു എന്നും കുറ്റപ്പെടുത്തി. അനന്തരം അവൻ ആ ദ്രോഹികളെ വധിക്കുകയും വേഗം 2 ഗോപുരങ്ങളും പിടിച്ചടക്കുകയും ചെയ്തു. താൻ ഏറ്റെടുത്ത യുദ്ധങ്ങളിലെല്ലാം വിജയം വരിച്ച മക്കബെയൂസ് 2 ഗോപുരങ്ങളിലുമായി 20,000-ൽ പരം ആളുകളെ വധിച്ചു. യഹൂദർ മുമ്പ് തോൽപ്പിച്ചോടിച്ച തിമോത്തിയോസ് വലിയൊരു കൂലിപ്പടയും ഏഷ്യയിൽ നിന്ന് വലിയൊരു കുതിരപ്പടയെയും ശേഖരിച്ചു യൂദയ പിടിച്ചടക്കാൻ വേണ്ടി പട നീക്കി. അപ്പോൾ മക്കബെയൂസും അനുയായികളും ശിരസിൽ പൂഴി വിതറി അരയിൽ ചാക്കു ചുറ്റി ദൈവത്തോട് യാചിച്ചു. ബലിപീഠത്തിന്റെ മുൻപിലുള്ള സോപാനത്തിൽ സാഷ്ടാംഗം വീണ് നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുപോലെ തങ്ങളോട് ദയ കാണിക്കണമെന്നും തങ്ങളുടെ ശത്രുക്കൾക്ക് ശത്രുവും എതിരാളികൾക്ക് എതിരാളിയും ആയിരിക്കണമെന്നും അവർ അവിടത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം എഴുന്നേറ്റ് ആയുധങ്ങൾ ധരിച്ച് നഗരത്തിൽ നിന്നും കുറെ ദൂരം മുൻപോട്ടു നീങ്ങി ശത്രു സങ്കേതം സമീപിച്ചപ്പോൾ നിന്നു. പ്രഭാതമായതോടെ 2 സൈന്യങ്ങളും ഏറ്റുമുട്ടി. തങ്ങളുടെ വിജയത്തിൽ ഉറപ്പ് തങ്ങളുടെ പരാക്രമം മാത്രമല്ല കർത്താവിലുള്ള ആശ്രയവും ആണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ, തങ്ങളുടെ ക്രോധാവേശത്തെ പടനായകനാക്കിയ മറ്റൊരു കൂട്ടർ. യുദ്ധം മുറുകിയപ്പോൾ സ്വർണ്ണ കടിഞ്ഞാണിട്ട കുതിരകളുടെ പുറത്ത് തേജസ്വികളായ 5 പേർ ആകാശത്ത് നിന്ന് വരുന്നത് ശത്രുക്കൾ കണ്ടു. അവരാണ് യഹൂദരെ നയിച്ചത്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ലിസ്യൂവിലെ വിശുദ്ധ ത്രേസ്യായെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ചെറുപുഷ്പം എന്നാണ് ചെറുപ്പത്തിൽ അവരെ വിളിച്ചിരുന്നത്. പിതാവ് മാർട്ടിന് തെരേസ ഉൾപ്പെടെ 5 പെൺമക്കളായിരുന്നു. തെരേസായുടെ 4-ാം വയസ്സിൽ അമ്മ മരിച്ചു. 5 മക്കളിൽ 4 പേർ
കർമ്മലീത്ത സഭയിലും ചേച്ചി ലയോനി വിസിറ്റേഷൻ സഭയിലും ചേർന്നു. 10 വയസ്സുള്ളപ്പോൾ ഗുരുതരമായ രോഗം പിടിപെട്ടു. പെന്തക്കുസ്താ ദിനത്തിൽ വിജയമാതാവിന്റെ രൂപം ത്രേസ്യായെ നോക്കി പുഞ്ചിരിക്കുകയും അതോടെ ആ രോഗം ഭേദമാവുകയും ചെയ്തു. 16 വയസ്സിൽ വ്രതവാഗ്ദാനം നടത്തി. പിതാവ് രോഗിയായി കിടപ്പിലായി. ഏതാനും കാലം നവസന്യാസിനി ഗുരുവായി പ്രവർത്തിച്ചെങ്കിലും ക്ഷയരോഗം ബാധിതയായിരുന്നു. 24 വയസ്സിൽ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചെറുപുഷ്പം അടർന്നു വീണു. വേദപ്രചാര മധ്യസ്ഥയായ അമ്മ ത്രേസ്യ സ്വർഗത്തിൽ നിന്നും ഇപ്പോഴും റോസാ പുഷ്പങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ലിസ്യൂവിലെ വിശുദ്ധ ത്രേസ്യായുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.